ഈ ഇൻസ്റ്റയിലെ വീഡിയോസിന്റെ പിന്നിൽ ആരായിരുന്നു അന്ന്? അത് കൂട്ടുകാര്, അവിടുത്തെ കൂട്ടുകാർ തന്നെയാണ്. പിന്നെ കുട്ടികളാണ് നമ്മളത് ഫേമസ് ആക്കണത് അവരാണ്. നമ്മൾ ചങ്ക് മക്കളുണ്ട് കേട്ടോ അവിടെ. 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചങ്കുകളുണ്ടെന്ന് അത്ര ഇഷ്ടമുണ്ട്. അതുകൊണ്ടല്ലോ അല്ലാണ്ട് ആദ്യത്തെ കമന്റുകളൊക്കെ ഞാൻ കമന്റ് വായിച്ചിട്ട് സത്യം പറയാൻ മാഷ വീടെടുത്ത് വന്നതിന് ശേഷം കമന്റ് ഒക്കെ ഞാൻ വൈഫും കൂടി ഇരുന്നിട്ടോ 2 മണി നിന്നുകൊണ്ട് 2 മണി വരെ കമന്റ് ഒക്കെ വായിച്ചുട്ടാ. സത്യം പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു ഇത് തോന്നി മാഷോട്. അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞു നമുക്ക് കുറച്ച് വീഡിയോ കമന്റ് വായിച്ചാലേ നമുക്ക് ഒരെണ്ണം വായിച്ചിങ്ങനെ വായിച്ച് ഇങ്ങനെ പോകും. പക്ഷെ വായിക്കാനൊന്നും സമയം കിട്ടാറില്ല. അധികം വായിക്കുമ്പോ മോശം തന്നെ കാണാറ്. അല്ല മോശമാണെങ്കിൽ അതിനകത്തൊരു ഒരുപാട് പല രീതിയിലാണ്. എന്ത് മനോഹരമായിട്ടാണ് ഇയാൾ ഡാൻസ് കളിക്കാതെ റീലെടുക്കുന്നത്. അല്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മനോഹരമായ ഡാൻസ് കളിക്കുന്നത്. ഒരു കുട്ടി ഒരു അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞല്ലോ ക്യാൻസർ രോഗിയായിട്ടുള്ള അതൊക്കെ നമുക്ക് ഭയങ്കര വീട്ടുകാര് ചിരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. 2-3 വർഷം ക്യാൻസറാണ് മോൾക്ക്. അപ്പൊ അച്ഛൻ ആണെന്നിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു. എന്റെ മോള് ചിരിച്ചു കാണുന്നത് എന്താ അത് അത്ഭുതം എന്നിട്ടാണ് ആള്. അപ്പൊ അതൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. ഈ ശരിക്കും കുട്ടികളായിട്ടാണല്ലോ സഹവാസങ്ങള് പൊതുവെ. അതെ കുട്ടികളാണല്ലോ. ആ ഒരു കാരണം കൂടെയാണ്. അത് 26 വർഷമായി സർവീസിൽ കയറിയിട്ട്. അപ്പൊ എന്റെ പിള്ളേര് എല്ലാവരും ഉണ്ട്. അമേരിക്കയിൽ നിന്നുണ്ട്, അവിടെ ഉണ്ട്, ഗൾഫ് മുഴുവൻ അവരാണല്ലോ. അപ്പൊ കേരളത്തിലെ ഒരുവിധ ആൾക്കാരുണ്ടല്ലോ ഗൾഫില്. അവരൊക്കെ അവിടെ ആറാടെന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്. എന്തുട്ടി അല്ല അവർക്ക് സന്തോഷം കിട്ടാ. ഇപ്പൊ നല്ല സന്തോഷം പറയുന്നുണ്ട്. ഈ പണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കാരണവര് ഇത്തിരി ഗൗരവക്കാരനാ, ചെത്തുകാരനാ എൻ്റെ അച്ഛൻ. നമ്മള് ചെറിയ ഫാമിലിയാണ്, വളരെ ചെറിയ ഫാമിലി എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് അതൊന്നും ഇപ്പോഴും താല്പര്യമില്ല. എനിക്ക് എന്താ ഈ നാടകം കളിച്ച് കിടക്കണം എന്നോട് ചോദിച്ചിട്ടുള്ളത്. പണ്ട് നാടകവും അതൊക്കെയാണ്. ആൾക്ക് ആ റേഞ്ചിലാണ് ആൾ ഉദ്ദേശിക്കുന്നത്. നാടകം കളിക്കാനാണ് പോണെന്നുള്ള റേഞ്ചിലാണ് ആള്. ഇന്നും കൂടി എന്നോട് ഒരു ഷോപ്പുണ്ട് ചിറക്കിയ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പച്ചക്കറി ഷോപ്പുണ്ട്. അപ്പൊ അവിടേക്ക് പച്ചക്കറി എടുക്കാൻ രാവിലെ ഞാൻ പോവും. അപ്പൊ നമുക്ക് 3 വേഷമാണ്. കാലത്ത് ഒരു മോശം വേഷം, പിന്നെ എക്സിക്യൂട്ടീവ് ലുക്ക്, സ്കൂളിൽ പോകുമ്പോൾ ഈ ലുക്ക്, പിന്നെ വൈകിട്ട് വീണ്ടും കടയിൽ വരും ആളെ സഹായിക്കാനായിട്ട്. പൂട്ടിയിട്ട് ഞാനും അദ്ദേഹം ഒരുമിച്ചാ പോവുക. അപ്പൊ ഇഷ്ടല്ലേ എന്ന് പോകുമ്പോ എനിക്ക് എങ്ങടെ പോണു, നാടകം കളിക്കാനാവും അല്ലേ നിന്നും കൂടി ചോദിച്ചതിനോട്. ഞാൻ പറഞ്ഞു അച്ഛൻ പോകുന്നു മറക്കില്ലേ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോന്ന. അച്ഛൻ ചറക്ക സെന്ററിലാണ് കടയെ. മുഴുവൻ ആൾക്കാരും വന്ന് ഓട്ടോറിക്ഷ ഷോപ്പുകള് അതിലൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കില്ല അച്ഛനോട്. ആദ്യം ചോദിച്ചിരുന്നു എന്താ നീ കാണിക്കുന്നു. ഒരു സ്ഥലം വന്ന് പറഞ്ഞു നീ എന്താ കാണിക്കുന്നു, എനിക്ക് മുറ്റത്തൊന്നും ഇറങ്ങി നടക്കണ്ടേ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്കായിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോ ഒരു ചെറിയ മാറ്റായിട്ട്. ഇപ്പൊ മുഴുവനായിട്ടില്ല ഇപ്പോഴും. അതാണ് പ്രധാനം. ഇത്രയും നല്ല 10-60,000 രൂപ സർക്കാർ സർവീസിൽ ജോലിയുള്ള ആള് ഈ ജാതി കഴിക്കുന്നത് പറയുന്നത്. അല്ല അങ്ങനെയുള്ള ആള് രാവിലെ പാൻറ്റൊക്കെ ഇട്ട് റീലെടുത്ത് പാടത്തോട്ടിറങ്ങണ സംഭവം ഭയങ്കര ഒരു ഇത് പോലീസുകാർ നാടകം കളിക്കാൻ പോകുമ്പോണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അല്ലാണ്ട് ഇപ്പൊ വീട്ടില് പൊതുവെ എങ്ങനെയാ ചേട്ടന്റെ ഒരു ദിനചര്യയും കാര്യങ്ങളൊക്കെ? അത് രാവിലെ എനിക്ക് മാർക്കറ്റിൽ പോകണല്ലോ, പച്ചക്കറി എടുക്കണം. അപ്പൊ അച്ഛൻ്റെ കൂടെ അത്ര നല്ല വേഷത്തിലല്ല, പക്ഷെ പച്ചക്കറി മാർക്കറ്റിൽ നമുക്കൊരു കസാരി ഉണ്ടെന്ന്. അത് ചേച്ചി ചായ കൊണ്ടുവരും. അവരറിഞ്ഞിരുന്നില്ല ആദ്യം, പെട്ടെന്ന് അത്ര നല്ല വേഷത്തിലല്ലോ. ഒരു ദിവസം വന്നിട്ട് പറയും ഒപ്പന കണ്ടു. നമ്മുടെ ഒപ്പന ഞങ്ങളുടെ രണ്ടാളുടെ ഒപ്പന കണ്ടിട്ടുണ്ട്. അവര് വരുന്നു മാർക്കറ്റിലുള്ള യൂണിയൻകാരൊക്കെ അടിച്ചു കൂടി ഇങ്ങേരാള് പുലിയാണല്ല എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരു ചേച്ചി ഉണ്ട്. ആളപ്പൊ തന്നെ ചായ കൊണ്ടുവന്നു, ഒരു കസാര എടുത്തിട്ട് വരും. വലിയേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടാവും. അവരൊക്കെ അവിടെ അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അവിടെ വലിയേട്ടൻ ആള് അങ്ങനെ ഇതൊന്നും ചെയ്യില്ല, അതെടുത്തോ ഇതെടുത്തോ അങ്ങനെ പറയുന്ന ഒരാളാണ്. അപ്പൊ അവിടുന്ന് അപ്പൊ ആള്
അന്നോട്ട് കസാര അവിടെ ചായക്ക് മേടിച്ചെന്ന് സെലിബ്രിറ്റി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആളുകൾ വന്ന് റെക്കഗ്നൈസ് ചെയ്യുമ്പോ നമുക്ക് കുറച്ചുകൂടെ അവരോടുള്ളൊരു റിയാക്ഷൻ എന്താ പൊതുവെ? ഞാൻ എല്ലാവരോടും വളരെ ഇഷ്ടം, അവര് നമ്മളോട് ഭയങ്കര ഇഷ്ടം. ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആളല്ല. എന്നാലും ഹൈക്കോടതിയിൽ ഞാൻ അവിടെ വന്നിരുന്നു ഒരു കാര്യത്തിനായിട്ട്, സ്കൂളിന്റെ കാര്യത്തിന് വന്നു. അപ്പൊ ഓട്ടോറിക്ഷക്കാർ ഓടി ഒന്ന് മാഷ എന്താ ഇവിടെ ചോദിച്ചാൽ കയറി മാഷെ കൊണ്ടുവന്നാക്കി. അത്രയ്ക്ക് ഒരു സ്നേഹമാണ് കണ്ടത് ഞാൻ. ഈ ചേട്ടന്റെ ജീവിതം മാഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രത്തോളം മാറിയിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കമന്റ്സ് നോക്കണ്ട, ആള് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് തന്നെ ഇപ്പൊ ഈ ബിസിനസ്സുകളിലൊക്കെ ആയിട്ട് പോണതിന്റെ പേരിൽ നമുക്ക് ആകെ ഞങ്ങൾക്ക് സൺഡേ മാത്രം ലീവ് ഉള്ളൂ രണ്ടുപേർക്കും. ആ ഒരു സൺഡേയിലുള്ളൊരു കുറച്ച് നേരത്തല്ലേ വലിയ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റണില്ല, കാരണം സമയമില്ലല്ലോ. എനിക്കും ഞാൻ ലീവ് എടുക്കലൊക്കെയും കുറവാണ്. ശരി, ഞായറാഴ്ച, സൺഡേ